അവസാന കളിയുണ്ടാക്കിയ ഡീപോളും അവിടെ ലൗതാറ മാർട്ടിനസ്, നിക്കോളാസ് ഗോൺസാലസ് അവരിറങ്ങിയപ്പം ആകെ കളി മാറി. അപ്പം ലോകത്ത് സ്കലോണി എന്താണ് ഒന്നും കൂടി കാണിച്ചു തന്ന്. ജോർഡൻ പിക്ഫോർഡ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിന്റെ മികവ് കൊണ്ടാണ് ഇംഗ്ലണ്ട് അത്രയും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അർജന്റീന 3 ഗോൾ ജയിക്കാമായിരുന്നു. 2010 ചാമ്പ്യന്മാരാണ് സ്പെയിൻ. മോശക്കാരൻ യമാൽ, അസാധ്യമായ സ്ട്രൈക്കറായ ലൂയിസ് ഡെലഫോണ്ട എന്ന് പറയുന്ന കോച്ച്, സ്പെയിൻ കോച്ച്, തന്ത്രശാലിയായ കോച്ചാണ്. ഞങ്ങൾ ഗ്രൗണ്ടിൽ 11 ഞങ്ങളുടെ തന്ത്രശാലിയായ ഒരു കോച്ചുണ്ട്. അയാൾ 12-ാമനുമാണ്. കാരണം അയാൾക്കറിയാം എവിടെ എങ്ങനെ ആളെ പ്ലേസ് ചെയ്യണമെന്ന്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഇംഗ്ലണ്ടിനെ മറികടന്ന് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിലേക്ക് കുതിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം ഉള്ളത് സുബൈർ വാഴക്കാടാണ്. ഇദ്ദേഹം നമുക്കറിയാലോ ഫുട്ബോളിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നതൊക്കെ. ഈ കളിയെക്കുറിച്ച് എന്താണ് പറയുന്നത്? കളി അറിയാൽ 86-ൽ മറഡോണ കളിക്കുന്ന കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടുമായി ശത്രുക്കളി. 66 അല്ല 78-ൽ അർജന്റീന 86 കപ്പടിച്ചല്ലോ. അന്നും ഇംഗ്ലണ്ടുമായിട്ട് മത്സരമാണ് 86-ൽ. അപ്പോൾ ഞാൻ പറഞ്ഞതാണ് യഥാർത്ഥ അർജന്റീന ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിയർക്കും. ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥ അർജന്റീന ലോകം അർജന്റീന എന്താണെന്ന് അറിഞ്ഞ്. സ്കലോണി എന്ന് പറഞ്ഞ കോച്ച് തന്ത്രശാലിയായ കോച്ചാണ്. പക്ഷെ ബ്രിട്ടൻ മോശക്കാരല്ല. യഥാർത്ഥ അർജന്റീന ആയിക്കൊണ്ട് ബ്രിട്ടനെ മറികടന്ന് ഒരു ഗോൾ അടിച്ചപ്പോ അർജന്റീന ഒന്ന് പതറിയോ? അവസാന കളിയുണ്ടാക്കിയ ഡീപോളും അവിടെ ലൗതാറ മാർട്ടിനസ്, നിക്കോളാസ് ഗോൺസാലസ് അവരിറങ്ങിയപ്പം ആകെ കളി മാറി. അപ്പൊ സ്കലോണി എന്ന് പറയുന്ന കോച്ച് ഈ ഖത്തർ ലോകകപ്പ് നമ്മൾ കാണിച്ചു തന്നതാണ്. അപ്പൊ ലോകത്ത് സ്കലോണി എന്താണ് ഒന്നും കൂടി കാണിച്ചു തന്ന്. അതായത് സ്കലോണിയാണ് മാൻ ഓഫ് ദ മാച്ച്. സ്കലോണി മാത്രം, സ്കലോണി മെസ്സി, അപ്പോൾ സ്കലോണി തന്ത്രശാലിയാണെന്ന് ഖത്തർ ലോകകപ്പ് തെളിയിച്ചതാണ്. വീണ്ടും തെളിച്ച് സ്കലോണി എന്താണെന്ന്. മെസ്സിയെ പൂട്ടാൻ ആദ്യഘട്ടത്തിലൊക്കെ ശ്രമിച്ചു, ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. പക്ഷെ രണ്ടാം പകുതിയിലെത്തിയപ്പോൾ മെസ്സിനെ പിന്നെ പിടിക്കാൻ കിട്ടിയില്ല. ഈ ലോകകപ്പിൽ അർജന്റീന എത്ര ഗോൾ കുടിഞ്ഞാലും പതറാതെ തിരിച്ചടിക്കും തെളിയിച്ചടി. ടൂർണമെന്റ് ലോകകപ്പിൽ അവർ തെളിവാണ് ഈജിപ്തിനെതിരെ, അതിലെ കെബർത്തെ അവിടെ അവസാന സ്വിറ്റ്സർലൻഡിനെതിരെ. അപ്പോൾ എത്ര ഗോൾ കുടിഞ്ഞാലും അർജന്റീന പതറാതെ പിന്നെ ടീമിനെ വാർത്തെടുത്ത കോച്ചാണ് ലയണൽ സ്കലോണി. അവസരങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിയിരുന്നെങ്കിൽ 5 ഗോളുകൾക്കെങ്കിലും അർജന്റീന ജയിക്കേണ്ടി. തീർച്ചയായിട്ടും. കാരണം ജോർഡൻ പിക്ഫോർഡ് എന്ന് പറഞ്ഞ ഗോൾ കീപ്പറിന്റെ മികവ് കൊണ്ടാണ് ഇംഗ്ലണ്ട് അത്രയും രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അർജന്റീന 3 ഗോൾ ജയിക്കാമായിരുന്നു. കളി തുടക്കത്തിൽ തന്നെ പരിക്കലായോ? പെരുക്കേണ്ട സന്ദർഭത്തിൽ അർജന്റീന കുറച്ച് പെരുക്കെടുക്കേണ്ട അത്യാവശ്യം. ആ സമയത്ത് പെരുക്കെടുത്ത് ഇനി സ്പെയിനുമായിട്ടുള്ള ഒരു മത്സരം വരുമ്പോൾ അർജന്റീന സാധ്യത എത്രത്തോളം? യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ടീമാണ് സ്പെയിൻ. 2010 ചാമ്പ്യന്മാരാണ് സ്പെയിൻ. മോശക്കാരൻ യമാൽ, അസാധ്യമായ സ്ട്രൈക്കറായ ലൂയിസ് ഡെലഫോണ്ട എന്ന് പറയുന്ന കോച്ച്, സ്പെയിൻ കോച്ച്, തന്ത്രശാലിയായ കോച്ചാണ്. അവിടെ യമാൽ വില്യംസ് കൂട്ടുകെട്ട്. എന്നാലും ഈ ഫോമിലാണെങ്കിൽ അർജന്റീന സ്പെയിനെ മറികടന്ന് 2ാം തുടർച്ചയായിട്ട് കിരീടം നേടുന്ന പ്രതീക്ഷ. പക്ഷേ സ്പെയിന് എംബാപ്പയെ പിടിച്ചു കെട്ടി, ഫ്രാൻസിനെ പിടിച്ചു കെട്ടി, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മെസ്സിയെ അവർക്ക് പിടിച്ചു കെട്ടാൻ കഴിയുമോ? മെസ്സിനെ പിടിച്ചു കെട്ടാലും സ്പെയിന്റെ ഡിഫൻസ് പൊളിക്കാനുള്ള അറ്റാക്കിംഗ് ശക്തമാണ് അർജന്റീന. ഏത് സമയത്ത് സ്പെയിന്റെ ഡിഫൻസ് പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു ഫോർവേഡാണ്. അവിടെ സ്പെയിന് കീഴടക്കും. അതായത് സ്കലോണി, മെസ്സി അവർ ചേരുന്ന ഒരു സഖ്യം തീർച്ചയായും ജയിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അവിടെ ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ച് ചില്ലറക്കാരല്ല സ്പെയിനെ. എന്നാലും അർജന്റീന അടിച്ചിരിക്കും. ഏതായാലും ലോകകപ്പ് അർജന്റീനയ്ക്ക് തന്നെ ഉള്ളതാണ് എന്നാണ് സുബൈർ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന മത്സരങ്ങൾ ശക്തമായ മത്സരങ്ങളാണ്. സ്പെയിൻ എങ്ങനെയാണ് ജയിച്ചു വന്നത് എന്ന് അറിയാം. ഇന്നിപ്പോൾ അർജന്റീന എങ്ങനെയാണ് ജയിച്ചു വന്നതെന്ന് അറിയാം. നമുക്ക് എങ്ങനെയാണ് ഈ മത്സരത്തെ വിലയിരുത്തുന്നത്? സാധാരണ വിമർശകരായിട്ടുള്ള ആളുകളുണ്ട്. അർജന്റീന ടീമിന് ഓപ്പോസിറ്റ് ഓരോ ടീം തോൽക്കുമ്പോഴും ഓരോരുത്തരും വിമർശകരായി മാറാണ്. നമ്മുടെ നാട്ടിൽ പഴഞ്ചൊല്ലായിട്ട് പറയും സാമ്പാർ മുന്നണിക്കാരെന്ന്. ശരിക്ക് സാമ്പാർ മുന്നണിക്കാർ വരെ ഞെട്ടിയ കളിയാണ്. ഇതാണ് അർജന്റീനൻ ടീം. 70 മിനിറ്റ് വരെ പിറകിൽ നിന്ന് തിരിച്ചു വരാൻ, കൊന്നിട്ടില്ല എന്നും ചത്തിട്ടില്ല എന്നും ഉറപ്പുവരുത്തുക. സാമ്പാർ മുന്നണിക്കാരെ നിങ്ങൾ പറയാറുണ്ട് ഞങ്ങൾ 12 പേരാണെന്ന്. അതെ, ഞങ്ങൾ ഗ്രൗണ്ടിൽ 11 ഞങ്ങളുടെ തന്ത്രശാലിയായ ഒരു കോച്ചുണ്ട്. അയാൾ 12-ാമനുമാണ്. കാരണം അയാൾക്കറിയാം എവിടെ എങ്ങനെ ആളെ പ്ലേസ് ചെയ്യണമെന്ന്. കൃത്യമായ 3 ചേഞ്ചുകൾ. ഡീപോൾ വരുന്നു, അതിനുശേഷം മാർട്ടിനസ് വരുന്നു. കളി എൻറ്റയർലി മാറുന്നു. കളിയുടെ തുടക്കം ഇംഗ്ലണ്ട് ശരിക്കും കായികപരമായിട്ടാണ് ശ്രമിച്ചത്. കളിയെ കറക്റ്റായിട്ട് കൊണ്ടുവന്നു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 5 ഗോളിലെങ്കിലും അർജന്റീന ജയിക്കേണ്ടതായിരുന്നു. ഇത് മതി. കാരണം ത്രസിപ്പിച്ച് നിങ്ങളെ ഇങ്ങനെ ത്രില്ലടിപ്പിച്ച് നമ്മളിങ്ങനെ ജയിക്കുമ്പോഴാണ് അർജന്റീനയായി മാറുന്നത്. ഫൈനലിൽ നിസ്സംശയം പറയാം ഈ ടീം സ്പെയിനെയും മറികടന്ന് ചരിത്രത്തിലാദ്യമായിട്ട്
തുടർച്ചയായി വേൾഡ് കപ്പ് നേടുന്ന ലോകത്തിലെ ആദ്യ ടീമായി മാറും അർജന്റീന. ഈ ഫിഫ ബോയ് എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഫിഫ ബോയ്ന്ന് നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചോളൂ, കാരണം എന്താണെന്നറിയോ, കളി ഗ്രൗണ്ടിലാണ്, പത്രത്തിലോ നിങ്ങൾ പറയുന്ന സോഷ്യൽ മീഡിയയിലല്ല, കളി ഗ്രൗണ്ടിൽ കളിക്കാൻ അറിയണം. 39 വയസ്സുള്ള ആ പ്രായം കൂടിയ മനുഷ്യൻ ഇന്ന് കാണിക്കുന്ന ത്രില്ല് ഈ കാണുന്ന റൊണാൾഡോ കാണിച്ചില്ല, ഇവിടെ വന്ന ഒരാളും കാണിച്ചില്ല, സെല കാണിച്ചില്ല, ഒരാളും കാണിച്ചില്ല. അയാൾക്ക് കളി അറിയാം, അയാൾ ഗ്രൗണ്ടിൽ കാണിക്കുന്നു. നിങ്ങൾ ഫിഫ ബോയ് എന്ന് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. വിമർശകരെ ഒരിക്കൽ കൂടി പറയാണ്, അതെ ഞങ്ങൾ 12 പേരാണ്. ഞങ്ങളെ കോച്ച് മരിച്ചിട്ടില്ല എന്നും അയാൾ ചത്തിട്ടില്ല എന്നും നിങ്ങൾ ഉറപ്പുവരുത്തണം. എന്നിട്ട് കളി കണ്ട് പോയാൽ മതി. സ്കലോണി അവസാന നിമിഷങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളാണ് ഇത്രയും വലിയ വിജയം. ഈ കളിയെ എൻറ്റയർലി മാറ്റിയത് അവസാന മിനിറ്റിലെ 3 മാറ്റങ്ങളാണ്. അതിൽ മാർട്ടിനസ് വരുന്നു, കംപ്ലീറ്റ്ലി ആ കളിയുടെ ടേം തന്നെ ചേഞ്ച് ആവുന്നു. കാരണം എന്ന് വെച്ചാൽ ഡീപ്പോൾ എന്നുള്ള കളിക്കാരൻ ഞങ്ങളിൽ ശരിക്കും പറയുന്ന ഒരു ആയുധമാണ്. അയാളെ മറികടന്ന് അപ്പുറത്തേക്ക് പോകാൻ ഒരു ടീമിന് കെൽപ്പുണ്ടാവില്ല. പക്ഷേ ആ സമയത്താണ് തോന്നുന്നത് ആ ലോങ് റേഞ്ച് ഷോട്ടുകൾ പറയേണ്ടതുണ്ട്. നിലവിലെ ലോക ചാമ്പ്യന്മാരായ ചരിത്രമില്ല. 34-ലും 38-ലും ഇറ്റലിയും 58-ൽ 62 ബ്രസീലുമാണ് തുടർച്ചയായിട്ട് ലോകകപ്പ് നേടിയ രാജ്യങ്ങൾ. അപ്പം ഈ പ്രാവശ്യം നേടിയാൽ ഇറ്റലി ബ്രസീലിന്റെ റെക്കോർഡിലേക്ക് അർജന്റീന ആധുനിക ഫുട്ബോൾ ആദ്യമായിരിക്കും. അതെ, തീർച്ചയായിട്ടും. അപ്പം ആ റെക്കോർഡിൽ എത്തുന്നതാണ് പ്രതീക്ഷ. ഇവിടെ ഈ ലോങ് റേഞ്ച് ഷോട്ടുകൾ ആദ്യഘട്ടത്തിൽ അത്രത്തോളം പരീക്ഷിക്കുന്ന കണ്ടില്ല, അവസാന സമയത്താണ് അത്തരത്തിൽ പരീക്ഷണം നടന്നത്. അല്ല, ഇത് ഈ അർജന്റീനയുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഓരോ ടീമിനനുസരിച്ച് ഓരോ കളി. ഇപ്പം നമ്മൾ ആദ്യം കണ്ട ടീമുകളെ കുറിച്ച് അല്ല അർജന്റീന ഇപ്പോൾ കളിച്ചത്. ശരിക്കും ഫോർമാറ്റിൽ വ്യത്യാസം. ലോങ് പാസ് കളിക്കുന്ന ടീമുകളാണ് ഇംഗ്ലണ്ട്, സ്പെയിൻ, ഇറ്റലി. ഇറ്റലി പ്രാവശ്യമില്ല. അങ്ങനെ ലോങ് പാസ് കളിക്കുന്ന ആ ടീമിന് അതുപോലത്തെ മാറ്റങ്ങളാണ് ടീം വരുത്തുന്നത്. പിന്നെ എസ്പെഷ്യലി ഞങ്ങളിന്ന് കളി കണ്ടപ്പോൾ, ഞാൻ ഖത്തറിൽ പോയിട്ട് വേൾഡ് കപ്പിൻ്റെ 4 കളി കണ്ട ആളാണ്. അതേ ഒരു ഫീല്, അതേ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഈ ഒരു സംഘാടക സമിതിക്ക്, കോഴിക്കോട് ഫിഫ അവർക്ക് ആ ഈ ഒരു സംഘാടക സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ അതിൻ്റെ ആളുകളാണ്. ഭയങ്കര പുള്ളിങ്, നമ്മൾ ഗ്രൗണ്ടിലിരുന്ന് കാണുന്ന ഒരു ആംബിയൻസ് ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ടി വിയിൽ കാണുന്നതിനേക്കാളും നമ്മളെ സംബന്ധിച്ച് ഒരു ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ച ഒരു ആശങ്കപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ഉണ്ടാക്കുന്നത് സ്വന്തം നാട്ടിൽ സ്വന്തം ക്ലബ്ബിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഒരു ആവേശമുണ്ട്. അതിനേക്കാൾ ത്രില്ലുണ്ട് ശരിക്കും ഗ്രൗണ്ടിൽ ഇരുന്ന് കാണുന്ന പോലെ. നന്നായിട്ട് ഒന്നും പറയില്ല, സെറ്റിങ്സ് സൂപ്പറായിട്ടുണ്ട്. ഒരു പക്ഷേ കോഴിക്കോട്ടായിരിക്കില്ല ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുക. ഗൾഫ് പ്രവാസിയാണ് ഞാൻ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം കാണുന്നത്. സ്വാഭാവികമായിട്ടും അടിപൊളി, ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ സെറ്റിങ്സ് ആണ്. എന്തൊക്കെയാണ് സെറ്റിങ്സ് ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ സ്ക്രീനാണ്. നമ്മൾ എന്താ പറയുക, ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലായിടത്തും സ്ക്രീനിങ് ഉണ്ട്. പക്ഷേ ഫിഫയുടെ ഒരു ഒഫീഷ്യൽ സ്ക്രീനിങ് മേത്തർ ഈഗിൾസ് FC ആണ് ഇവിടെ കൊണ്ടുവന്നത്. ആൻഡ് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസും നമ്മൾ DJനെ കൊണ്ടുവന്നു, സൗണ്ട് സെറ്റിംഗ് കൊണ്ടുവന്നു, ഏറ്റവും ബെസ്റ്റ് സ്ക്രീനിങ് കൊണ്ടുവന്നു, ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കൽ ടീമായിട്ട് ഒഫീഷ്യൽ ഫാൻ പാർക്കാണ് നമ്മൾ ഒരുക്കിയത്. അത് മാത്രമല്ല കുറേ ഗെയിമിംഗ് ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്, കുറേ എന്താ പറയുക ഫിഫയുടെ ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവുന്ന എനിക്ക് ഉറപ്പാണ്. അതായത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേരളത്തിലെ കോഴിക്കോട്ടെ ഫാൻസിന് നമ്മൾ ഒരുക്കിയെടുക്കുന്നത്. ഏതായാലും ഗ്രൗണ്ടിൽ നിന്ന് എങ്ങനെ കളി കാണാം, ആ നിലയ്ക്ക് തന്നെയാണ് ഇവിടെ കളി കാണാനുള്ള അവസരം ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഫുട്ബോൾ എങ്ങനെയാണ് ഇന്നത്തെ മത്സരം എന്നുള്ള വിശകലനം കൂടിയാണ് ഇവിടെയുള്ള ഫുട്ബോൾ ആരാധകരും അതോടൊപ്പം തന്നെ നിരീക്ഷകരും ഒക്കെ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നല്ലൊരു മത്സരമായിരുന്നു എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതാണ്. അർജന്റീന ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി സ്പെയിനുമായി അവിടെ നമുക്ക് കാണാം ആരായിരിക്കും ജയിക്കുക എന്നുള്ളത്. ഷബീർ വടക്കേക്കരയ്ക്കൊപ്പം റിപ്പോർട്ടർ കെ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.